ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ പ്രത്യേകിച്ച് ഡെലിവറൻസിൻ്റെ വിടുതലിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്തു പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വെളിമയുള്ള ആളുകളുടെ അടുക്കൽ നമുക്ക് ചെല്ലുമ്പോൾ അറിയാം, അവരെ തല കൈവെക്കുന്നതിന് മുമ്പേ അറിയാം ആ വ്യക്തി സുഖപ്പെടുന്നു. അഹങ്കാരമുള്ള വ്യക്തികൾ വരും. പരിസയനും ചുങ്കക്കാരുമാണ്. അപ്പം ചിലപ്പോൾ നല്ല മനുഷ്യൻ, ആൾ നല്ല മനുഷ്യൻ, പള്ളിയിൽ പോകും, പ്രാർത്ഥന, പക്ഷേ ഈഗോ, പണം, ഞാൻ, ഒരു പ്രത്യേക സംഭവം ഉണ്ട്, അതിനകത്തൊരു അഹങ്കാരമുണ്ട്. ഈ അഹങ്കാരം നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ ബ്ലോക്ക് ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരാകുകയെ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഒരു കല്ലിൻ്റെ മേൽ കൈവച്ചിരിക്കുന്ന പോലത്തെ അനുഭവമായിരിക്കും. അഹങ്കാരിയുടെ തലക്ക് വെക്കുമ്പോൾ എനിക്ക് ഒരു കല്ലിൻ്റെ മുകളിൽ, ഒരു വലിയൊരു പാറക്കല്ലിൻ്റെ മുകളിൽ കൈവെക്കുന്ന പോലത്തെ അനുഭവം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ചാക്കൊടുത്ത് ചാരം പൂശി നിലത്തിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കണം. എന്നുവെച്ചാൽ എളിമപ്പെടണം, എല്ലാവരും ക്ഷമിക്കണം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊറിയയിൽ ശുശ്രൂഷിക്കുകയും കഴിഞ്ഞ ജൂണിലാണ് 4 കൺവെൻഷൻ കൊറിയ, സൗത്ത് കൊറിയ മുഴുവൻ അവിടുത്തെ പിതാക്കന്മാരെ വിളിച്ചിട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വലിയ അനുഗ്രഹമായിരുന്നു പോയത്. എനിക്കൊരു ദൈവം തന്നൊരു വലിയ ദാനം പോലെ ഞാൻ കാണുക, കർത്താവിൻ്റെ കരുണയാണ്. 4 സ്ഥലം മുഴുവൻ തന്നെ പോയി ശുശ്രൂഷ ചെയ്തേ. അപ്പോൾ അതിനിടയ്ക്ക് അവരെന്നെയും കൊണ്ട് അവിടെ ചില ആത്മീയ സ്ഥലം, പ്രത്യേകിച്ച് അവരുടെ ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ, വിശുദ്ധ സ്ഥലങ്ങൾ, വിശുദ്ധരുടെ കബറിടങ്ങളൊക്കെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ പോയി. വലിയൊരു മിറക്കിളാണ്. 200 വർഷത്തെ പാരമ്പര്യമുള്ള സഭയ്ക്ക്, വെറും 200 years ഒരു ഹിസ്റ്ററി ഉള്ളേ, പക്ഷേ 200 വർഷം പാരമ്പര്യം മാത്രമുള്ള സഭയ്ക്ക് 150ഓളം വിശുദ്ധരുണ്ട്. 150ഓളം വിശുദ്ധരുണ്ട്. അത് ഭൂരിപക്ഷത്തിന് മുകളിലും രക്തസാക്ഷികളാവട്ടെ. പക്ഷെ ഒരു സംഭവം, ഞാനവിടെ കത്തീഡ്രൽ പള്ളിയിൽ പോയേ. കത്തീഡ്രൽ പള്ളി ഒരു വിശുദ്ധ സ്ഥലത്ത് കാലുകുത്തുന്നൊരു അനുഭവം. ഞാൻ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി സമയത്ത് ചെല്ലുമ്പോൾ ഒരു 100-100 300 ആളുകളെങ്കിലും ഈ വലിയൊരു പള്ളിയിൽ പലയിടത്ത് തനിച്ചിരുന്ന പ്രാർത്ഥിക്കും. അത് പാറ പോലെ ഇരുന്ന് വന്നുവെച്ചാൽ അനക്കം പോലും അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രിപ്റ്റുണ്ട്. ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് പള്ളി. അവിടെ ഒരു വിശുദ്ധരുടെ ഒരു വൈദികനുണ്ട്, ഒരു വിശുദ്ധനായൊരു വൈദികൻ, അവിടെ രക്തസാക്ഷിയായ ഒരു വൈദികൻ്റെ കബറിടമുണ്ട് അവിടെ. അപ്പോൾ ആ വൈദികൻ്റെ അവിടെ പോയി പോകാൻ തന്നെ അവർ കൊണ്ടുപോയി തന്നെ. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു മുഴുത്തൊരു സ്ഥലമാണ്. ഞാൻ ശരിക്കും ഒരു ഇരിക്കാൻ സ്ഥലമില്ല. ഞാൻ ശരിക്കും സൈഡ് മാറി ഒരു സൈഡ് നിലത്ത് മുട്ടുകുത്തി എന്നാണ് ഞാൻ. കാരണം ആളുകൾ അതിനകത്തിങ്ങനെ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുന്നത് കാണാം. കാരണം അവരെല്ലാം ഒരു ആഗ്രഹം ഞങ്ങൾ അവിടെ കൺവെൻഷൻ നടത്തിയപ്പോൾ ഇത്രയും നാളും പലയിടങ്ങളിൽ പോയി ഇതുപോലൊരു അനുഭവം. അതായത് അവരുടെ ആഗ്രഹം അവർക്കൊന്നുമില്ല, അത് ധ്യാനം കൂടാനോ പ്രാർത്ഥിക്കാനോ ഒന്നതോ രോഗശാന്തിയോ പേരെടുക്കാനോ കാര്യസാധ്യ ഒന്നുമില്ല. അവരുടെ മുഖത്തും അവർ ചോദിക്കുന്നു, ഇവിടെ ഒന്ന് അച്ഛ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശുദ്ധരാകണം, വിശുദ്ധരാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. കൺവെൻഷൻ നടത്തി കഴിയുമ്പോൾ ഇവർ വന്നിട്ട് ഓടി വന്നു, അച്ഛാ വിശുദ്ധി വരാൻ പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് സെയിൻ്റ് ആകണം, ഒരു രക്തസാക്ഷിയാകണം, ഇങ്ങനെയൊരു പ്രാർത്ഥന മേടിക്കാൻ വേറെ ഇങ്ങനെ പേപ്പറുകൾ എഴുതിക്കൊണ്ടുവന്ന് എൻ്റെ ഭൗതിക ആവശ്യം അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് വിശുദ്ധരാകണം. അവിടെ ഉള്ളിൽ തിളച്ചു നിൽക്കുന്നൊരു ആധ്യാത്മികം. ഞാൻ അവിടെ പിതാക്കന്മാരിലും അച്ഛന്മാരിലും എൻ്റെ നല്ല രസം, നല്ലൊരു വൈബ്രൻ്റ് ചർച്ച്, വെരി വൈബ്രൻ്റ് ചർച്ച്, വളരെ സ്ട്രോങ് ആയ ചർച്ച്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വരുന്നത്, നമ്മൾ മാറണം പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പാപം ദൈവത്തിലേക്ക് വരുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. ശരിക്കും ദൈവത്തിലേക്ക് വരുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആകരുത്. ദൈവത്തിലേക്ക് വരുന്നത് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയായിരിക്കണം. ദൈവത്തിലോട്ട് വരുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആകരുത്, എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ആകണം. അത് എന്നെ തന്നെ കൊടുക്കല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, ദൈവമേ ഞാൻ മുഴുവനായും അങ്ങയുടേതാണ്. ദൈവമേ ഞാൻ മുഴുവനായും നിൻ്റേതാ, എന്നെ മുഴുവനായും നിനക്ക് തരുന്നു. അത് എളിമയുള്ളവർക്ക് പറയാൻ പറ്റുള്ളൂ മക്കളെ. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള നമ്മുടെ സഭയുടെ വളർച്ചയുടെ ഒരു വലിയൊരു ഘട്ടം ഇനി ഇവിടെ നമുക്കുണ്ടാകേണ്ടത്, ആഗ്രഹിക്കേണ്ടതും പണമോ പേരോ പെരുമയോ സ്ഥാപനങ്ങളോ ഒന്നും അല്ല മക്കളെ. വിശുദ്ധരുണ്ടാകട്ടെ, നമ്മുടെ സഭയിൽ ധാരാളം വിശുദ്ധരുണ്ടാകട്ടെ.
വേറെ നമ്മൾ ആഗ്രഹിക്കരുത്. അതിനുവേണ്ടി രാത്രിയും പകലും ഓടണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക കൊടുക്കാൻ നല്ല ക്ലാസ്സോ ധ്യാനമോ അല്ല ആവശ്യം. നമുക്ക് വേണ്ടത് നല്ല മാതൃകകളാണ് വേണ്ടത്. നല്ല സൗണ്ട്ഫുള്ളായിട്ടുള്ള മോഡൽസ് വേണം. വളരെ സൗണ്ട്ഫുള്ളായ വിശുദ്ധരുണ്ടാകട്ടെ. ഓരോ കുടുംബത്തിലും ഒരു വിശുദ്ധരുണ്ടാകട്ടെ. ഓരോ കുടുംബത്തിലും വിശുദ്ധ ഉണ്ടാകട്ടെ. അൽഫോൻസാമയെ പോലൊക്കെ സഹിച്ച് വിശുദ്ധരാകുന്നവരുണ്ടാകട്ടെ. നല്ല വിശുദ്ധരുണ്ടാകട്ടെ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നമ്മുടെ മോട്ടിവേഷൻ മാറണം. സഭയുടെ മോട്ടിവേഷൻ മാറണം. ദൈവജനത്തിൻ്റെ മോട്ടിവേഷൻ. ഞങ്ങൾ അച്ഛൻ എല്ലാം മോട്ടിവേഷൻ ഒരു വിശുദ്ധനാകണം, ഒരു വിശുദ്ധയാകണം എന്നുള്ളത് മാത്രമായിരിക്കും. വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ക്രിസ്ത്യാനിറ്റി. അതല്ല പിന്നെന്തിനാ ഞാൻ ക്രിസ്ത്യാനിയായത്? എന്തിന് ക്രിസ്ത്യാനിയായി? വാട്ട് ഫോർ ഐ ബിക്കം എ ക്രിസ്ത്യൻ? എന്തിന് ഞാൻ ക്രിസ്ത്യാനായി? എൻ്റെ ലക്ഷ്യം ഓൺലി വൺ മോട്ടിവേഷൻ, ടു ബിക്കം എ സെയിൻറ്റ്. കർത്താവിന് വേണ്ടി വിശുദ്ധനായി തീരുക, വിശുദ്ധരുടെ കൂട്ടത്തിൽ പെടുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കയ്യെടുത്ത് കർത്താവിനെ പറഞ്ഞേ പോരാ, ഉച്ചത്തിൽ ആമേൻ. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്തിനു വേണ്ടിയോ? നമ്മുടെ കാര്യസാധ്യതന് ഒരു ബലിയായിട്ട് മാറാൻ വേണ്ടിയാ. കാൽവരി ബലി പങ്കെടുക്കുന്ന ഞാൻ ആ കർത്താവിനോട് ഒന്നായി തീരാൻ വേണ്ടിയാ. എന്നും പരിശുദ്ധ കുർബാന ഈശോ മിശിഹായുടെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും എനിക്ക് നൽകപ്പെടുന്നതിന് കാരണം ആ ശരീരരക്തങ്ങളായിട്ട് ഞാൻ മാറാൻ വേണ്ടിയാ. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു മകള് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. മകൾക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡിവോഴ്സിലോട്ട് പോവുകയാണ് ആളുടെ ഹസ്ബൻഡ്. അപ്പം ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് വെച്ച്. എൻ്റെ അടുത്ത് ഒരു എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇന്ത്യയിലെ ഒരു എയർപോർട്ടിൽ. അപ്പോൾ ഇവൾ പറഞ്ഞു, വെച്ചാ അവന് ഡിവോഴ്സ് ഭയങ്കര അഹങ്കാരം വെച്ചാൽ ഒരു രക്ഷയില്ല വെച്ചാൽ മദ്യപാനം വെച്ചാൽ വേറെ ഞാൻ പറഞ്ഞേ അവനെ കണ്ടാൽ തോന്നിയല്ലോ. ഹല്ലേലൂയ. അപ്പോൾ അവൻ വളരെ കണച്ചിൽ വളരെ എളിമയോടെ. അപ്പോൾ ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ കാലമായത്. അപ്പോൾ അതൊരു ഭവ്യതയോടെ ഡിപ്ലോമസിയോടെ എലഗൻസോടെ പെരുമാറുന്നൊരു ശൈലി പഠിക്കുവേ. ഹയോ ഹായ് ഹായ് തലയൊക്കെ നാട്ടി. അപ്പം ഇത് കാണുമ്പോൾ നമ്മൾ ഓർത്ത് ഇതൊക്കെ എളിമയാണ്. പക്ഷെ വീട്ടിൽ വരുമ്പോൾ അറിയാം ഇത് എളിമയല്ല, അഹങ്കാരത്തിന് നല്ല കൊമ്പുള്ളുണ്ട്. അല്ല പൊളൈറ്റായിട്ട് ഇടപെടുവേ. ഹായ് 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 പ്രൈസ് ദി ലോർഡ്. അപ്പം എൻ്റെ ഒരു സ്നേഹിതനായ വേറെ ഒരു എയർപോർട്ടിൽ എടുത്തുണ്ടെന്ന് ചോദിച്ചു, അച്ഛാ ഇത് ഞങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പെരുമാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ജോലി. പ്രൈസ് ദി ലോർഡ്. അപ്പം കണ്ടു കഴിഞ്ഞാൽ എന്നെ ഡീസൻസി അല്ല, എൻ്റെ ഒരു എലഗൻസി, എൻ്റെ ബ്യൂട്ടിഫുൾ. പക്ഷെ ഉള്ളു മുഴുവൻ അഹങ്കാരം വെച്ചുകൊണ്ട് പൊളൈറ്റായിട്ട് ഹായ് ഇതൊരു രസകരം ബിഹേവിയർ. നമ്മളൊക്കെ എന്തൊരു എളിമ ആൾക്ക്. നോ എൻ്റെ രഹസ്യ ജീവിതം അറിയുമ്പോഴാണ് അഹങ്കാരത്തിന് കൊമ്പ് വെച്ചാണ്. അത് തന്നെ അങ്ങനെ ഡിപ്ലോമസിയായിട്ട് പെരുമാറുന്നത് തന്നെ ഒരു അഹങ്കാരമാണ്. അങ്ങനെ പെരുമാറാൻ എനിക്ക് പറ്റും. എവനെയും പിടിയിലൊതുക്കുന്ന ബിഹേവിയറിസം ഉണ്ടല്ലോ, ബിഹേവിയറിസം. അവനെയും പിടിയിലൊതുക്കുന്ന ബിഹേവിയറിസം, നല്ല പെരുമാറ്റച്ചട്ടം. ദൈവം എല്ലാം ഉള്ളു കാണുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, കൃപ എന്നത് സ്വന്തമാക്കാൻ ഞാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എളുപ്പപ്പെടണം. അന്ന് രാജാവ് തൻ്റെ വിശിഷ്ട വസ്ത്രങ്ങൾ മാറിയിട്ട് ചാക്കുടുത്ത് ചാരം പൂശി നിലത്തിരുന്നവരെ കസരയിൽ നിറങ്ങി നിലത്തിരിക്കുന്ന അപ്പോഴാണ് ആ ദേശം മുഴുവൻ്റെ മേലും വരാനിരുന്നൊരു വലിയൊരു വിപത്ത് ദൈവം മാറ്റിവിട്ടത് എന്നാണ് ദൈവവചനം യോനാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞാനും നിങ്ങളും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ ഓർത്തൊന്ന് അനുദപിക്കാനും തക്കതായ പരിഹാര പ്രാശ്ചിത്തം ചെയ്യാനും തയ്യാറായി എളുപ്പപ്പെടണം. എളുപ്പപ്പെട്ടെങ്കിൽ മാത്രമേ ഈ കൃപ അനുഭവിക്കാൻ പറ്റുള്ളൂ. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈകളടിച്ച് തന്നെ പറഞ്ഞേ പോരാ 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 പോരാ.
എളിമപ്പെടുന്നവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടും. വിശുദ്ധിയിലേക്ക് എളിമയും വിശുദ്ധി, ഇത് രണ്ടുമാണ് ഒരു കൃപ അനുഭവപ്പെടും. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആത്മീയ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഞാനായിരിക്കുമ്പോൾ അവരെനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു അറിവതായിരുന്നു, എളിമയും വിശുദ്ധിയും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളിൽ നിറഞ്ഞോളും. നമ്മൾ ചോദിക്കാൻ പോകേണ്ട കാര്യമില്ല. വി വിൽ റിസീവ് ഓൾവേസ്. നമുക്ക് ആ ഗ്രേസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ചോദിക്കാതെ തന്നെ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ചോദിക്കും മുമ്പേ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം അറിയും. ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നും അങ്ങനെ ആവശ്യം പോലും ആണ്. വേറെ ലെവൽ ആണ്. പ്രിയപ്പെട്ട മക്കളുടെ വിശുദ്ധിയും കൂടെ ആഗ്രഹിക്കണം. സ്ഥലം പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് റോമാലേഖനം 12:1-3 വരെ. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുകയും ദൈവം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട് സമർപ്പിക്കുവാൻ അതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഒരു വിശുദ്ധി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ആരാധന. അത് തന്നെ ദൈവാരാധനയാണ്. വിശുദ്ധി പാലിക്കുക, അല്ലാണ്ട് വിശുദ്ധിയില്ലാത്തുള്ള ആരാധന അതത്ര കൃപയുള്ള ആരാധനയല്ല. വിശുദ്ധി നിറഞ്ഞ ജീവിതം വിശുദ്ധീകരിക്കുന്ന തന്നെ ഒരു ആരാധനയാണ്. ദൈവാരാധനയുടെ ഭാഗമാണത് വിശുദ്ധ ജീവിതം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5:8 ഹൃദയ ശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുപോലെ തന്നെ ഹെബ്രായ ലേഖനം 12:14-15 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. വിശുദ്ധി കൂടാതെ കാണാൻ പറ്റും. ഇത് വിശുദ്ധ ജോൺ മരീ വിയാനിയുടെ ചരിത്രം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞായറാഴ്ച ദിവസങ്ങളിൽ ഇടവക ദേവാലയത്തിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ വൈദികൻ ചിലപ്പോഴൊക്കെ കരയുമായിരുന്നു പറയും. വൈദികൻ ഇങ്ങനെ പറയും, വെളിപാടും ദർശനങ്ങളും കൃപകളും കിട്ടിയ വിശുദ്ധനായ വൈദികൻ. ജോൺ മരീ വിയാനിയുടെ ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധൻ്റെ ആയുസ്സിൽ 20 ലക്ഷത്തോളം ആളുകളെ കുമ്പസാരിപ്പിച്ചിട്ടുണ്ടെന്നാണ് സഭയുടെ ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പ്രസലോഷ് 20 ലക്ഷം പേരോട് കുമ്പസാരിപ്പിച്ച് ആത്മാവിൽ അവരെ വിശുദ്ധീകരിച്ചെടുത്തു. സർവ്വത്തിൽ പ്രത്യേക ഹല്ലേലൂയ. ഒരു പാവപ്പെട്ട സാധാരണ ഒരു വൈദികൻ വലിയൊരു വിശുദ്ധനായിട്ട് മാറിയേ. അപ്പോൾ ഈ വൈദികൻ ഞായറാഴ്ച കുർബാന മധ്യേ പറയുന്നവരാണ്, മക്കളെ പാപത്തിൽ നിന്നും മാറുവിൻ. പ്രത്യേകിച്ച് എല്ലാ പാപങ്ങളും കുറിച്ച് പറയും. ഈ പ്രത്യേകിച്ച് വ്യഭിചാരം, മ്ലേച്ഛത, മദ്യപാനം ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അശുദ്ധിയിൽ ജീവിച്ചാൽ നിങ്ങളുടെ ആത്മാവ് തീ നരകത്തിലേക്ക് പോയി പതിക്കും. ആ നിങ്ങളുടെ ആത്മാക്കൾ തീ നരകത്തിലേക്ക് പോയി പതിക്കുന്നത് കാണുവാൻ ഈ പാവപ്പെട്ട വൈദികനാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പുരോഹിതൻ കരയുമായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. വിശുദ്ധിയെക്കുറിച്ച് അറിയാവുന്നവനെ നരകത്തെക്കുറിച്ച് അറിയത്തുള്ളൂ. വിശുദ്ധിയെക്കുറിച്ച് അറിയാവുന്നവനെ സ്വർഗത്തെക്കുറിച്ച് അറിയത്തുള്ളൂ. മരണാനന്തരം എന്ത് സംഭവിക്കും ഓരോ വ്യക്തിക്കും എന്നത് അറിയണമെന്നുണ്ടെങ്കിൽ നിനക്ക് വിശുദ്ധി വേണം. വിശുദ്ധിയില്ലെങ്കിൽ നമ്മൾ പുതിയ ശാസ്ത്രങ്ങളും കാഴ്ചപ്പാടോട്ട് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധിക്കുക. അതുകൊണ്ട് പൗലോസിലേക്ക് വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവം നശിപ്പിക്കുന്നവനെന്നല്ല എൻ്റെ അർത്ഥം. സ്വയം നശിച്ച് പാപം നൽകുന്ന പരിണിത ഫലമുണ്ട്. പാപം ഓട്ടോമാറ്റിക്കലായി നൽകുന്ന പരിണിത ഫലമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറയാമോ? ഹല്ലേലൂയ. അത് കൈയടിച്ചേ. ശോടെ മക്കളൊന്ന് ചേർന്നിട്ട് പോരാ, നന്നായിട്ട് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ച് വെല്ല കെട്ടുവഴിയായിട്ട് 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകാവസാനത്തെക്കുറിച്ചുള്ള ബൈബിളിലെ ചില വചനങ്ങൾ, ഒരു വചനമുണ്ട്, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം കരുതാത്തെടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന് പറയും. അതുപോലെ പറയും വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണത്തിന് ശേഷം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്ന വേറെ രീതിയിലാണ്, വിനാശത്തിൻ്റെ മ്ലേച്ഛ വിഗ്രഹം വിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ എന്നൊരു വാക്കാണ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്നൊരു വാക്കാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഈശോ എന്ത് ഈ മ്ലേച്ഛ വിഗ്രഹം, ശരിക്കും മ്ലേച്ഛ വിഗ്രഹത്തിൽ ഈ അശുദ്ധി, വ്യഭിചാരം എന്ന ലോകത്തെ കൺട്രോൾ ചെയ്യുന്നൊരു സ്പിരിറ്റാണ് സെക്സ് സ്പിരിറ്റ്. സ്പിരിറ്റ് ഓഫ് ലാസ്റ്റ് സംഹൗ ഇറ്റ്സ് കൺട്രോളിങ് എവരിവൺ. പ്രൈസ് എല്ലാവരും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. സർവ്വത്തിൽ പറയാം ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ.
അപ്പൊ ഇത് പറയാണ് വിനാശത്തിന്, അതാണ് മ്ലേച്ഛ വിഗ്രഹം ഒരു വിഗ്രഹമായിട്ട് മാറി. ചില ബന്ധങ്ങൾ അതിനുവേണ്ടി തന്നെയാണ്. സംസാര ഫോണുകൾ അതാണ് ആ വിഗ്രഹം. വിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക, ദേവാലയം, നിന്റെ ശരീരമാകുന്ന ദേവാലയം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിന്റെ ആലയം, ദൈവം മാത്രമേ അവിടെ വിഗ്രഹമായിട്ട് ചില പെണ്ണ്, ചില പുരുഷൻ, ചില സംഭവങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയെ. വേണവൻ ഭാര്യ ഉപേക്ഷിക്കാൻ തയ്യാറാ ഇവക്ക് വേണ്ടി, ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറാ, ആരെ വേണേലും എന്തിനും തയ്യാറ. ഈ ഒരു വിഗ്രഹം, വിനാശത്തിൻ്റെ മ്ലേച്ഛ വിഗ്രഹം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇരിക്കുന്നത് ലോകത്തുള്ള ഹൃദയങ്ങളെല്ലാം ഇതൊരു വിഗ്രഹമായിട്ട് മാറിക്കഴിയുമ്പോഴാകാം ഇത് കയറിയിരുന്നാ പിന്നെ ദൈവത്തെ ആരാധിക്കാൻ പറ്റിയാലോ, അവന് മനസ്സ് തുറന്ന് സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റില്ല. പാപിക്ക് സ്തോത്രഗീതം സാധ്യമല്ല, പള്ളി പോകാൻ പറ്റില്ല, പള്ളിയോടൊക്കെ വെറുപ്പ്, സഭയാണ്. ഇത് വിഗ്രഹമായി പിന്നെ ദേവാലയങ്ങളോടും ബലിപീഠങ്ങളോടും അൾത്താരയോടും സഭയുടെ കൂട്ടായ്മ, ഞായറാഴ്ച കുർബാനയോടൊരു അവഹേളനം തുടങ്ങുവേ, കൂട്ടായ്മ എന്നൊക്കെ മാറി നിൽക്കുവേ. അവന് പിന്നെ ജീവിതം പണമുണ്ടാക്കുന്നത് എവിടെയാ? ഈ ഒരു വിഗ്രഹത്തെ വളർത്താൻ വേണ്ടിയാണ്. ആ വിഗ്രഹം ആസ്വദിക്കണം. ടൂറുകളും ഒരുപാട് പരിപാടികളും പ്രോഗ്രാമുകളും ഭയങ്കര പരിപാടികളാണ്. മുഴുവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മൊബൈൽ ഫോണുകളൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് എല്ലാം മേടിച്ച് എല്ലാത്തിനകത്തോടെ രാവും പകലും ബ്ലൂ ഫിലിമുകളും ഫോണോഗ്രാഫി എല്ലാം കണ്ട് അതിനകത്തിരിക്കുമ്പോൾ അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതെല്ലാം തകർന്നു. അതാണ് വചനവസരം ഫല ദൈവത്തിൻ്റെ ആലയത്തിൽ ഇത് കയറിയിരിപ്പുണ്ട്, വിനാശത്തിൻ്റെ മ്ലേച്ഛ. അല്ലാതെ അവിടെ ഇവിടെ എന്തെങ്കിലും അങ്ങനെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ കാണാം, ചില ചിത്രങ്ങൾ, ചില സംഭവങ്ങൾ, മ്ലേച്ഛത വമ്മിക്കുന്ന സംഭവങ്ങൾ കാണാവേ. അപ്പോൾ അത് കാണാം, ആ കുടുംബത്തിലുള്ളവരുടെ ഹൃദയമാണ് അവിടെ വെളിപ്പെടുക. ചില അതൊക്കെ ബാഹ്യമായ അതിനൊന്നുമല്ല, അവിടെ വെക്കുന്നത്, അവിടെ ഇവിടെ ഇരിക്കുക, അതിനേക്കാളൊക്കെ വലുതാ ഒരുവൻ്റെ ഹൃദയത്തിൽ മ്ലേച്ഛ വിഗ്രഹം വെക്കപ്പെടുന്ന സംഭവം. വിശുദ്ധിയെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അശുദ്ധിയെ ദൈവമായിട്ട് കണ്ട് അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ആയുസ്, എൻ്റെ ജീവനും എൻ്റെ അസ്തിത്വവും ഇതിനോട് ചേർന്നെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അതിൽ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന ജീവിതങ്ങളെ, നാശത്തിൻ്റെ മക്കളായിട്ട് ജനിക്കുന്ന മക്കളെ. മരിയ വാൾത്തോർത്തയുടെ ദൈവമനസ്സിൻ്റെ സ്നേഹഗതിയിൽ യൂദാസിനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. യൂദാസ് രണ്ട് തിന്മയോ അവനുണ്ട്. ദൈവ പദ്ധതിയിലായതുകൊണ്ട് ഈശോയ്ക്ക് യൂദാസിനെ തിരഞ്ഞെടുക്കാതിരിക്കാൻ പറ്റില്ല. അവന് രണ്ട് തിന്മ, ഒന്ന് പണം, അതാണ് അവൻ്റെ ദൈവം. ഒന്നാമത്തെ ദൈവം പണമാണ് അവനത്. അതുകൊണ്ടാണ് അഹങ്കാരം നിറഞ്ഞ, അതുകൊണ്ടാണ് ഈശോയുടെ അടുത്ത് നടന്ന് ഈശോ സ്വന്തമാക്കാൻ പറ്റാത്ത ഒരു ശിഷ്യൻ. ഈശോയെ കൂടെ 3 വർഷം അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം കണ്ടിട്ടും ഈശോയെ സ്വന്തമാക്കാൻ പറ്റാത്ത ഒരു ശിഷ്യനാണ് യൂദാസ്. അതാണ് അവൻ്റെ എന്തൊരു ദുരവസ്ഥയല്ലേ, എന്തൊരു അനർത്ഥമാണ്. കൂടെ നടന്നിട്ടും സ്വന്തമാക്കാൻ പറ്റാതെ. അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം മരിയ വാൾത്തോർത്ത അവൻ 2 തിന്മ, ഒന്ന് പണക്കൊതിയനാണ് അവൻ. 2 പറയുന്നത് മരിയ വാൾത്തോർത്തയുടെ ദൈവസ്നേഹതയിൽ ഒരു വെളിപാടിൻ്റെ പുസ്തകമാണ്. അത് ഒരു ബഹുമാനിക്കുന്നൊരു പുസ്തകം, റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പുസ്തകമാണ്. ഒരുപാട് പേര് വായിക്കുന്നൊരു പുസ്തകം. അപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 2-ാമത്തെ തിന്മ അവൻ്റെ സെക്സ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. സെക്സ് സ്പിരിറ്റ്. അപ്പം ഇതിരിക്കുമ്പോൾ ദൈവത്തെ അറിയാൻ പറ്റിയല്ല. കൂടെ നിൽക്കുന്ന ദൈവത്തെ അതാണ് പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്കുമ്പോൾ അതുള്ള കർത്താവാണെന്ന് അറിയാൻ പറ്റില്ല. സർവശക്തനായ ദൈവമാണ് തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് മ്ലേച്ഛ പാപം കൂടുമ്പോൾ ഉണ്ടല്ലോ ദൈവത്തിൽ നിന്ന് അകലും. പിന്നെ ആത്മീയതയൊക്കെ ഒരു ചടങ്ങാവുകയെ, ആരാധനക്രമ ജീവിതമൊക്കെ ഒരു ചടങ്ങാണ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. നമുക്കൊരു വേറെ പള്ളി പോകാൻ നേരമില്ല. സന്ധ്യാപ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയ്ക്ക് ജപമാല ഒന്ന് ചെല്ലുമ്പോൾ ഒരു സന്തോഷമില്ല. കാരണം അശുദ്ധി വന്നാൽ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ചില ആൾക്ക് മാതാവിൻ്റെ ജപമാല, ഞാൻ പറയും മോളെ എന്തെങ്കിലും ഈ അശുദ്ധിയുടെ പാവം ആ വിഗ്രഹം ഒന്ന് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ചിലപ്പോഴൊക്കെ ആളുകൾ തലയൊക്കെ വെച്ചിങ്ങനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ഈ അശുദ്ധ തിന്മയുള്ള ചില ആളുകൾ ഇളകി മറിഞ്ഞ നിലത്ത് വിട്ടിങ്ങനെ ശരിക്കും പാമ്പഴയെന്നോലെ ഒത്തിരി സംഭവം. എനിക്കൊരു 1000 കണക്കിനല്ല, ഒരു 10,000 കണക്കിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്.
എൻ്റെ മുറിയിലൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മ്ലേച്ഛ ഭാവം എന്ന് പറഞ്ഞാൽ ചില ചെറുപ്പക്കാരെ കുട്ടികളൊക്കെ ഉണ്ട്, ചില കൊച്ചു കുട്ടികൾ പോലും സങ്കടം തോന്നും. അപ്പോൾ ഇത് കാണാൻ ഈ സ്പിരിറ്റ്, ഇത് നിങ്ങൾക്ക് അത് ദൈവം ചില അടയാളങ്ങളോട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്നെയും നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത്. ഇത് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു അമ്മ ഒരു മോനോട്ട് എൻ്റെ അടുത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ, അവൻ ഭയങ്കര ഡിസോബീഡിയൻ്റ് ആണ്. അമ്മയെ ചീത്ത വിളിക്കും, അപ്പനെ ചീത്ത വിളിക്കുക. പിന്നെ പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുവന്നു. അവൻ എൻ്റെ മുറി കയറിയില്ല, പുറത്ത് നിൽക്കുക. അമ്മ കയറി വന്നിട്ട് എന്നോട് അച്ഛാ ആ കൊച്ചിനെ ഒന്ന് അച്ഛനെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞു കയറി വരാമെന്ന്. അപ്പം ചിരിച്ചോ നമ്മളൊക്കെ ഒരു പരിഹസിച്ചുകൊണ്ട് കയറി വന്നു. ഞാനൊന്നും ചോദിച്ചില്ല, വന്നവിടെ യേശുവിൻ്റെ നാമത്തിൽ തലേ ഇവനിങ്ങനെ കുഴഞ്ഞങ്ങ് താട്ടു. അപ്പോൾ എനിക്ക് ഹെവി ബ്രീത്തിങ് ആണ്, എടുക്കുക സ്പിരിറ്റിങ് വീണ്ടും പിന്നെ പിടിച്ച് കുഴഞ്ഞ് 2-3 മിനിറ്റ് പ്രാർത്ഥിച്ച്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതോടെ അവൻ്റെ ജീവിതം മാറിപ്പോയി. അതിനുശേഷം അവനെ ഞാൻ പിന്നീട് അവൻ്റെ അമ്മയും അപ്പനൊക്കെ വന്ന് ഇവനെ കൊണ്ട് വരും. പിന്നെ അച്ഛാ ഇവൻ അന്ന് അത് കഴിഞ്ഞപ്പോൾ ഇവന് നല്ല മാറ്റം അച്ഛാ, അപ്പനോടും അമ്മയോടും നല്ല സ്നേഹം, പള്ളിയിൽ പോകാൻ നല്ല താല്പര്യം, പഠിക്കാൻ നല്ല താല്പര്യം. ഞാൻ കുറച്ച് ഒരു 2-3-4 മാസം മുമ്പ് ഒരിടത്ത് വെച്ച് ഇവനും ഇവൻ്റെ അപ്പനും അമ്മയും കൂടെ എൻ്റെ അടുത്ത് ഇവൻ എൻ്റെ അടുത്ത് അച്ഛാ അടുത്ത് ഓടി വന്ന് വിശ്വസിച്ചായിരിക്കട്ടെ, വളരെ ഡീസൻ്റായിട്ട് പൊളൈറ്റായിട്ട്. അപ്പം ഞാനിങ്ങനെ 1-2-3-4 പേരുടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവനോട് നിന്നുണ്ട് വചനമൊക്കെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക. പണ്ടവൻ അങ്ങനെ ആയിരുന്നില്ല. എനിക്കന്നപ്പോൾ ഈ സ്പിരിറ്റ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വചനം കേൾക്കാൻ ഇരിക്കാൻ പോലും പറ്റുള്ളൂ. വ്യഭിചാര ദുർഭൂതം ഉണ്ടല്ലോ, ഹോശേയ 5:4 പറയുന്ന വ്യഭിചാര ദുർഭൂതം ഉള്ളിലിരുന്നാൽ ബൈബിൾ പറയുന്നുണ്ട്, അവരുടെ പ്രവർത്തികൾ തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോകാൻ, അത് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലാൻ അവരെ അനുവദിക്കുന്നില്ല. അവരുടെ പ്രവർത്തികൾ അവരുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവർ കൊണ്ടുകൊള്ളുന്നവർ ദൈവത്തെ അറിയുന്നില്ല. അപ്പോൾ ഈ വ്യഭിചാര ദുർഭൂതം ഇരിക്കുമ്പോൾ വിശുദ്ധിയില്ലല്ലോ. വിശുദ്ധി ഇല്ലാത്തപ്പോൾ ദൈവത്തെ കാണാൻ പറ്റും. ഈ മ്ലേച്ഛത, അവിഹിത ബന്ധങ്ങൾ, പാപകരമായ ബന്ധങ്ങൾ, ജഡകസുഖങ്ങൾ, ഇതിലേക്ക് പോകുന്ന മക്കളെ കൃപയ്ക്ക് ബ്ലോക്ക്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധീകരിക്കണം. ആത്മാവിനാൽ അകറ്റപ്പെടുന്നു, അധികാരശക്തി വെളിപ്പെടുന്നു, സൈനിക അധികാരശക്തി വെളിപ്പെടുന്നു. ഒറ്റ വിളിച്ചോയെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, മാനസാന്തരത്തിന്റെ കൃപ ഈശോ കർത്താവാണെന്ന് ഏറ്റവും കൃപ ലഭിക്കട്ടെ. ഈശോ മാത്രമാണ് കർത്താവ്, ഈശോ മാത്രമാണ്, ഈശോ മാത്രമാണ് ദൈവം. ഒറ്റ വിളി കരവിൽ ഈശോ വിശ്വസിക്കുന്നു.